എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 20-ാമത് വാക്യം. ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും യുദ്ധത്തിൽ വാളിൻ്റെ വെട്ടിൽ നിന്നും വിടുവിക്കും എന്നുള്ള വാക്യമാണ്. ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ക്ഷാമത്തിൻ്റെ കാലഘട്ടങ്ങളും യുദ്ധത്തിൻ്റെ കാലഘട്ടങ്ങളുമൊക്കെ കടന്നു വരാം. ആ കാലഘട്ടത്തിൽ ക്ഷേമമായി പോറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ക്ഷാമം ജീവിതത്തിനകത്ത് ആഴമായി കടന്നു വന്നെന്ന് വരാം. പക്ഷേ അവിടെ പ്രതീക്ഷിക്കാത്ത ചില വഴികൾ തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്നിറങ്ങിത്തിരിച്ചിരിക്കുന്ന ഹാഗാറും ഇശ്മായേലും മരുഭൂമിയുടെ ഏകാന്തതയിൽ ഒരൽപ്പം വെള്ളം ലഭിക്കാതെ നാക്ക് അണ്ണാക്കോട് വറ്റിപ്പോകുന്ന തലത്തിൽ പ്രാണൻ നഷ്ടപ്പെടുന്ന പശ്ചാത്തലത്തിൽ നിൽക്കുന്ന മകനെ ഒരു കുറുങ്കാട്ടിനകത്തിട്ടിട്ട് ഒരൻപിൻപാട് ദൂരത്തേക്ക് പോയി കിടന്ന് നിലവിളിക്കുന്ന ഹാഗാറിനെ കാണുവാൻ കഴിയും. ഈ ക്ഷാമത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മകൻ്റെ മരണം കാണുവാൻ എനിക്ക് ത്രാണിയില്ല എന്നവൾ പറഞ്ഞ് കരയുകയാണ്. എന്നാൽ ആ മരുഭൂമിക്കകത്ത് അവർക്കു വേണ്ടി ഒരു ഉറവ തുറന്നു കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നാം മറന്നു കളയരുത്. രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 17-ാം അധ്യായം 10 മുതൽ 16 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദേശം മുഴുവനും ക്ഷാമം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു നിലകളിലും ജീവിക്കുവാനായിട്ട് സാധിക്കാത്തതായ പശ്ചാത്തലമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഏലിയാവ് എന്തെങ്കിലും ലഭിക്കുമോ എന്ന് നോക്കി നടന്നു ചെല്ലുമ്പോൾ ഒരു വിധവയായ സ്ത്രീയെ വിറക് പിറക്കുന്നത് കണ്ടിട്ട് ഒരല്പം ഭക്ഷണം തരണമെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരല്പം മാവും എണ്ണയും മാത്രമേ ഉള്ളൂ, ഇത് കഴിച്ച് ഞാനും മകനും മരിക്കാനിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവളുടെ പ്രതീക്ഷകൾ മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഏലിയാവ് അവളുടെ അരികിലേക്ക് കടന്നു ചെന്നത്. അവൻ പറഞ്ഞു, ഒരു ചെറിയ അടയുണ്ടാക്കി എനിക്ക് തരിക, നിന്റെ കലത്തിലെ മാവ് എണ്ണ ഇരിക്കുന്ന ഭരണിയും വറ്റിപ്പോകാതെ സംരക്ഷിക്കുന്ന സമൃദ്ധി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ചെറിയ അടയുണ്ടാക്കി കൊടുത്ത വിധവയുടെ വീട്ടിൽ ആ ക്ഷാമകാലത്ത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണത്തക്ക തലത്തിലുള്ള ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടത് ആ ദൈവവചനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിനകത്ത് എങ്ങനെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ ആഴമായ കഠിനമായ ക്ഷാമവും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത്യുന്നതനായ ദൈവം നിങ്ങളോട് പറയുകയാണ്, ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പോറ്റുവാൻ കഴിവുള്ളൊരു ദൈവമാണ് നിങ്ങളുടെ ദൈവമെന്നും ആ ദൈവമാണ് ഹാഗാറിനെ പോറ്റിയതെന്നും ആ ദൈവമാണ് ഇശ്മായേലിനു വേണ്ടി വഴി തുറന്നതെന്നും ആ ദൈവമാണ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമെന്നും കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസവീരന്മാരെ ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റിയ ദൈവം നമ്മയും പോറ്റുവാൻ വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കാലഘട്ടങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ക്ഷാമകാലത്ത് ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നവരായിട്ടല്ല,
ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുന്ന ദൈവത്തെ ഞങ്ങൾക്ക് കാണുവാൻ, ആ ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ, ആ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കഷ്ടതയുടെ ക്ഷാമത്തിൻ്റെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി വഴികളെ തുറന്നുകൊടുത്ത് അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.